പ്ലസ് ടു സ്റ്റഡി സ്ട്രാറ്റജി എങ്ങനെ പ്ലസ് ടുവിൽ നല്ല മാർക്ക് വാങ്ങാൻ പറ്റും? ഇത് കുറേ കുട്ടികളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യനാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, പ്ലസ് വണ്ണും പ്ലസ് ടുവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ തുടക്കത്തിലേ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ വലിയ ടോപ്പറൊന്നും ആയിരുന്നില്ല. അതായത് എനിക്കാകെ എത്ര 60% മാർക്കാറ്റാന്ന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പ്ലസ് ടു കഴിയുന്നതിന് കൂടി എനിക്കത് 96% ആക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ആ ഒരു സമയത്ത് ഞാൻ വരുത്തിയ മിസ്റ്റേക്സും കാര്യങ്ങളും അതേപോലെ തന്നെ ഞാൻ ഉപയോഗിച്ച ചെറിയ സ്ട്രാറ്റജീസും എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കും ഇതുപോലെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണാം, എൻ്റെ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റഡീസിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. എന്നാലല്ലേ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ തുടങ്ങാം. ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്ലസ് വണ്ണും പ്ലസ് ടുവും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ അവസാനം നിങ്ങൾക്ക് പണി കിട്ടും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പ്ലസ് ടുവിൽ സിലബസ് കൂടുതലാണ്, അതേസമയം ടൈം കുറവാണ്. പക്ഷെ പ്ലസ് വണ്ണിൽ അങ്ങനെയല്ല. അതായത് നിങ്ങൾക്ക് സിലബസ് ഉണ്ടെങ്കിലും നിങ്ങൾ കുറച്ച് ലാഗ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് അവസാനം പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്സും കാര്യങ്ങളെ പ്ലസ് വണ്ണിലുള്ളൂ. പക്ഷെ പ്ലസ് ടുവിൽ നേരെ തിരിച്ചാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് സമയം ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് സമയം പഠിക്കാൻ, അതായത് പ്ലസ് ടുവിന്റെ ടോപ്പിക്സും കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വെറുതെ ഇങ്ങനെ ചില്ലാക്കി നടന്നിട്ട് അവസാനം പാനിക് ആയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ എക്സാമിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല സെറ്റാക്കി വെക്കുക. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത ഒരു സംഭവമാണ് ട്രാക്കിംഗ് സിസ്റ്റം. അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിസിക്സ്, ഒരു സബ്ജക്റ്റ് ഫിസിക്സ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ പേപ്പറിൽ മേലെ എന്ത് ചെയ്താൽ ഫിസിക്സ് എന്ന് എഴുതുക. എന്നിട്ട് അതിലത്തെ ചാപ്റ്റേഴ്സിന്റെ പേരില്ലേ, അതിങ്ങനെ താഴെ ഓർഡറിൽ എഴുതുക. ഇപ്പോൾ ഒരു 12 ചാപ്റ്റേഴ്സിന്റെ പേര് നിങ്ങൾ ഇങ്ങനെ എഴുതുക ഫിസിക്സിൽ. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ സൈഡിൽ 3 സ്ക്വയേഴ്സ് വരക്കാം. ഓരോ ചാപ്റ്ററിന്റെ സൈഡിലും 3 സ്ക്വയേഴ്സ് വരക്കുക. അതായത് ഇവിടെ ചാപ്റ്ററിന്റെ പേര് എഴുതി 3 സ്ക്വയേഴ്സ് വരച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്നാമത്തെ സ്ക്വയറിൽ നിങ്ങൾ ടിക്ക് മാർക്ക് ഇടേണ്ടത് എപ്പാന്ന് വെച്ചാൽ, നിങ്ങൾ ആ ചാപ്റ്ററിന്റെ ക്ലാസ് കണ്ടതിന് ശേഷം. അതായത് നിങ്ങളിപ്പോൾ ആ ചാപ്റ്ററിന്റെ ക്ലാസ് കണ്ടെന്ന് വെച്ചോ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് എന്ന് മനസ്സിലാക്കിയാൽ ആദ്യം ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് അടുത്ത ടിക്ക് മാർക്ക് നിങ്ങൾ എപ്പോൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ആ ഒരു ചാപ്റ്റർ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ കോളത്തിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. മൂന്നാമത് നിങ്ങൾ എപ്പോൾ ആ ഒരു കോളത്തിൽ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ശേഷം റിവൈസ് ചെയ്താൽ, എന്തെല്ലാന്ന് ഫസ്റ്റ് ക്ലാസ് കാണുക, പിന്നെ എന്താന്ന് ഒറ്റയ്ക്ക് പഠിക്കുക, പിന്നെ റിവൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പം 3 ടിക്ക് മാർക്ക് ഒരു ചാപ്റ്ററിന് വരണം. ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യാം. ഇതന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത ഒരു സാധനം. സോ നിങ്ങളത് എന്തായാലും ട്രൈ ചെയ്യണം. ഓക്കെ, അടുത്ത മെയിൻ ആയിട്ടുള്ള കാര്യമാണ് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പോലുള്ള സബ്ജക്റ്റിൽ ഫോമിൽ ഇങ്ങനെ ബൈഹാർട്ട് ആക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ക്ലാസ്സിൽ നല്ല ടീച്ചേഴ്സ്, അതായത് നിങ്ങളുടെ ടീച്ചേഴ്സ് നല്ല രീതിയിൽ സിമ്പിളാക്കി എടുത്തിരുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ. അപ്പം എന്ത് ചെയ്യുക, അവിടുന്ന് തന്നെ കൺസെപ്റ്റ് വൃത്തിക്ക് പഠിക്കുക. കാര്യം എന്ന് വെച്ചാൽ, ഈ കൺസെപ്റ്റ് പഠിക്കണമെങ്കിൽ കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം. എന്നാൽ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റൂലോ. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ തന്നെ പറ്റുന്ന പോലെ കൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവും നല്ല കൺസെപ്റ്റിലൊക്കെ അടിപൊളിയായിട്ടുള്ള, അതായത് ഭയങ്കര മാർക്ക് വാങ്ങുന്ന പിള്ളേരൊന്നും ആയിരിക്കില്ല, പക്ഷേ കൺസെപ്റ്റ് അടിപൊളിയായിട്ട് മനസ്സിലാക്കി വെക്കുന്ന പിള്ളേരുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ എടുക്കാൻ പോവുക, ഡൗട്ട് വയ്ക്കുക, ഡൗട്ട് ക്ലിയർ ചെയ്യുക. ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടില്ല എന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ഇന്നത്തെ ഡൗട്ട് എന്താവും, നാളത്തെ കൺഫ്യൂഷൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരെ പറഞ്ഞുതരാം. ഇവരെന്ന് വെച്ചാൽ കുറേ നോട്ട്സ് കളക്ട് ചെയ്യും. ഇവരുടെ എല്ലാ നോട്ട്സും ഉണ്ടാവും, എല്ലാ സബ്ജക്റ്റിനും കുറേ നോട്ട്സ് ഉണ്ടാവും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പരീക്ഷേൻ്റെ തലേന്നാകുമ്പോൾ ഇവർക്ക് ഇതിൽ ഏത് നോട്ട് എടുത്തിട്ടാണ് പഠിക്കണ്ടേന്നുള്ള കാര്യം അറിയില്ല. അവിടെ കൺഫ്യൂഷൻ അടിച്ചിരിക്കും. സോ ഇത്തരത്തിലുള്ള ആളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കി തുടങ്ങാം. അതായത് ടീച്ചേഴ്സ് തരുന്ന നോട്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാർ തരുന്ന നോട്ട്സ് ഉണ്ടാവും. അത് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ട്സാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാംസിന് നിങ്ങൾക്ക് സ്കോർ ചെയ്യണമെങ്കിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതിലൊരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കണം. അത്തരത്തിലുള്ള സ്കില്ല് ഉണ്ടാക്കിയെടുത്ത ആൾക്കാരുടെ നോട്ട്സ് നിങ്ങൾ യൂസ് ചെയ്യുക. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത്തരത്തിലുള്ള നോട്ട്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്താവും, എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ല കാര്യമല്ലേ. അടുത്ത ഒരു വലിയ മിസ്റ്റേക്കാണ് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ വെച്ച് പഠിക്കുന്ന ആൾക്കാർ. അതായത് നമ്മൾ ഒപ്പെങ്കിലും ഒരിക്കൽ ഇത് ചെയ്തിട്ടുണ്ടാവും. ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ തലേന്ന് ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ഇരുന്നിട്ട് ഇത്ര മണിക്ക് എണീക്കുന്നു പഠിക്കുന്നു ഈ ഒരു സംഭവം.
5 മണിക്ക് എണീക്കുന്നു, 2 മണിക്കൂർ പഠിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പിന്നെയും പഠിക്കുന്നു, കിടക്കുന്നു. ഈ ഒരു സംഭവം ഇത് തുടക്കത്തിൽ നടക്കൂല. കാരണം എന്ന് വെച്ചാൽ മേ ബി നിങ്ങൾ ഒരു കൊല്ലം നിങ്ങൾ തുടക്കത്തിലേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചെയ്യും. പക്ഷെ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ ഒരിക്കലും അത് പ്രൊഡക്റ്റീവ് ആയിരിക്കില്ല. ഓക്കെ, മനസ്സിലായ? അപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ 5-10 മണിക്കൂർ പഠിക്കാം. പക്ഷെ എങ്ങനെ പഠിക്കണം? പ്രൊഡക്റ്റീവായിട്ട് പഠിക്കണം. അപ്പൊ ഈ പ്രൊഡക്ടിവിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ ഒരാഴ്ച അരമണിക്കൂർ വൃത്തിക്ക് പഠിക്കാം, ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാം. ഈ പഠിക്കാന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ വായിക്കുന്ന എഴുതുന്നതും ഈ അരമണിക്കൂറിൽ കൂട്ടാൻ പാടില്ല. ഓക്കെ, അല്ലാണ്ട് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാം. അതിന് ശേഷം എന്ത് ചെയ്യാം? അടുത്ത ഒരാഴ്ച 1 മണിക്കൂർ പഠിക്കാം, പിന്നെ 1.5 ആക്കാം, 2 ആക്കാം, 2.5, 3. ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാം? 10-12 മണിക്കൂറിലേക്ക് എത്തിക്കാൻ. അല്ലാണ്ട് തുടക്കത്തിലേ നിങ്ങൾ 10-12 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും പ്രൊഡക്റ്റീവ് ആയിരിക്കില്ല. അതേസമയം നിങ്ങൾ ഈ പഠിക്കുന്ന 10-12 മണിക്കൂർ നല്ലൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് 2 മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ചിന്തിക്കാം. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും റിവിഷൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അതായത് നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ടോപ്പിക് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നാളെ രാത്രി ആവുന്നതിന് മുന്നേ അത് ഒന്നും കൂടി റിവൈസ് ചെയ്തിരിക്കണം. വെറുതെ മറച്ചിട്ട് നോക്കിയിരിക്കണം. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് മറന്നുപോകും, അത് കയ്യിൽ നിന്ന് പോയി, പിന്നെ ഇന്ന് പഠിച്ചതിന് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യാം? ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഇന്ന് മുതൽ നിങ്ങളെ സ്റ്റഡി സ്ട്രാറ്റജി നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം ഇൻഡിവിജ്വൽ നിങ്ങൾ യുണീക്കായിട്ടുള്ള ആൾക്കാരാണ്. അതേപോലെ തന്നെ നിങ്ങളെ പൊട്ടൻഷ്യലും ഡിഫറെൻ്റ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ട്രാറ്റജീസ് ഇതിൽ നിന്ന് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇംപ്ലിമെന്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ സ്റ്റഡീസിൽ ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ളൂ. ടാറ്റ.